ഇവിടെ കയറുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് ഒരു എക്കോ ഫ്രണ്ട്ലി അല്ലെങ്കിൽ നേച്ചർ ഫ്രണ്ട്ലി ആയിട്ട് താമസിക്കണം എന്നുള്ളവർക്ക് കൊച്ചിയിൽ, എന്നാൽ കാക്കനാടിലേക്ക് പോകാൻ വളരെ അടുത്തുമായിട്ടുള്ള ലൊക്കേഷനാണ്. ദിസ് ഇസ് റോസ്മി. ഇന്ന് ഞാൻ കേരള ട്രഡീഷണൽ ഒരു ഹൗസ്, അതിൻ്റെ കൂടെ ഒരു ആൻറ്റിക് ഡിസൈൻസും കൂടെ ഇൻകോപ്പറേറ്റ് ചെയ്യുമ്പം നല്ല വെന്റിലേഷനും കണ്ടു കഴിഞ്ഞാൽ ഒരു ട്രഡീഷണൽ ഹൗസായിട്ട് തോന്നും, എന്നാൽ ഒരു മോഡേൺ ഒരു ടച്ച് വരുത്തുന്ന രീതിയിൽ ലൊക്കേഷൻ വരുന്നത് കൊച്ചിയിലെ കാക്കനാടാണ്. 10 minutes ജേർണി ഉള്ളൂ സിവിൽ സ്റ്റേഷൻ്റെ അവിടെ നിന്നൊക്കെ. നല്ലൊരു എക്കോ ഫ്രണ്ട്ലി ആണ്, നല്ല നേച്ചർ ഫ്രണ്ട്ലി ആണ്. അത് വിൽക്കാനുള്ള വീടാണ്. 10 cents ആണ് ലാൻഡ് ഏരിയ വരുന്നത്. സ്ക്വയർ ഫീറ്റ് ഏരിയ, 5 ബെഡ്റൂം, 5 ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ളതാണ്. ഫർണിഷ് ചെയ്തിട്ടില്ല. നമ്മൾ വാങ്ങി കഴിയുമ്പം നമ്മുടെ ഇഷ്ടത്തിന്, നമ്മുടെ ഒരു ടേസ്റ്റിന് അനുസരിച്ചിട്ട് ഫർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒന്നും ചെയ്യാത്തത് കിച്ചണിൽ. താഴെ 2 ബെഡ്റൂംസ് കൊടുത്തിട്ടുണ്ട്. എപ്പോഴും എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ്, താഴെ 2 ബെഡ്റൂംസ്, പിന്നെ ബാക്കിയുള്ള 3 ബെഡ്റൂംസ് മേളിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ വില്ലയിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒരു ടീക്ക് വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന വുഡൊക്കെ ടീക്ക് വുഡാണ്. എസ്പെഷ്യലി ബെഡ്റൂംസിൽ, പിന്നെ ലിവിങ് റൂമിലാണെങ്കിൽ ഇറ്റാലിയൻ മാർബിൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ സൈഡിൽ കാണുന്ന എല്ലാം ടീക്ക് വുഡാണ്. പിന്നെ നമുക്ക് ഡോറിൻ്റെ ഫ്രെയിംസ്, പിന്നെ അതേപോലെ വിൻഡോസിൻ്റെ ഫ്രെയിംസ് ഒക്കെ കൊടുത്തിരിക്കുന്ന ടീക്ക് വുഡാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ട്രഡീഷണൽ ടച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള മാക്സിമം ആ ഒരു ഡിസൈൻസിൽ വരെ വളരെയധികം നോക്കിക്കണ്ടാണ് ചെയ്തിരിക്കുന്നത്.
നേച്ചർ ഫ്രണ്ട്ലി ആയിട്ട് അല്ലെങ്കിൽ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വീടാണിത്. ഇന്നത്തെ ഈ ഒരു വീട് നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.